Hey guys, welcome back. വെൽക്കം ബാക്ക്. Welcome back. തുടക്കം തന്നെ ഇങ്ങനെ എന്ത് ചെയ്യാനല്ലേ? നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? എവിടെ പോകുന്നു? എന്താ ചെയ്യുന്നേ? ഉലല സലാല ട്രിപ്പാണ് ഇത്. ഞങ്ങളുടെ സലാല. ഇത് ആക്ച്വലി ഞങ്ങളുടെ സെക്കൻഡ് ട്രിപ്പാണ് അല്ലേ? ലാസ്റ്റ് ഞങ്ങൾ സമ്മറിന് പോയി, ഇപ്രാവശ്യം ഞങ്ങൾ മഴ സമയത്ത് പോകും. ഖാരിഫ് സീസൺ. യെസ്. എന്ത് സീസൺ? ഖാരിഫ്. എനിക്കറിയാൻ പാടില്ലായിരുന്നുണ്ടോ? അല്ലിക്കുട്ടനെല്ലാം അറിയാം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്ട് ഫുൾ നോളജ് അടിച്ച് കറക്കി കുടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോണതേ ഉള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് അലൈൻ ബോട്ടിൽ പോകും. അവിടെ നിന്ന് നിസ്വാന്ന് സലാല. നിസ്വ ത്രൂവാണ് പോകുന്നത്. ലാസ്റ്റ് ഞങ്ങൾ ഹത്ത ബോർഡർ ക്രോസ് ചെയ്തിട്ടാണ് പോയത്. ഇപ്രാവശ്യം ഞങ്ങൾ റൂട്ട് ചേഞ്ച് ചെയ്തിട്ട് നിസ്വ ത്രൂ ആണ് പോകുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക്. അതെ, ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് 12 hours സ്ട്രൈറ്റ് ഡ്രൈവ് ചെയ്തു. വളവും തിരിവൊന്നും ഇല്ലായിരുന്നു. നേരെ അനുഭവിക്കേണ്ടി വന്നു. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സോ വി ഹാവ് പ്ലാൻ ലൈക്ക് നിർത്തി പോവാം എന്നുള്ളത്. അതെ, സോ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഇൻ കേസ് ലേറ്റ് ആയിട്ട് എത്തുന്നെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാൻ വാഷ്റൂം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ. വാഷ്റൂം ഫെസിലിറ്റീസ് എല്ലാം ഞങ്ങളുടെ തന്നെ ഉണ്ട്. മൊബൈൽ ടോയ്ലറ്റ് ആണ് ഞങ്ങൾ എല്ലാവരും എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് മുത്രമൊഴിക്കുന്ന ആൾക്കാരെ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇല്ല. ഒരു മനുഷ്യന്റെ ഒരു നീഡാണത്. അതിന് കളിയാക്കി ചിരിച്ച് കളയരുത്. ഞാൻ ചിരിച്ചു വരുന്നത് 5 days ആണ് എല്ലാം കൂടെ ഇൻക്ലൂഡിങ് റോഡ് ട്രാവൽ എല്ലാം കൂടെ ചേർത്തിട്ട് 5 ദിവസമാണ്. ലൈക്ക് 16 to 18 hours അത്ര ഉണ്ടാവും. കാരണം ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടായിരിക്കും പോകുന്നത്, നേരത്തെ പറഞ്ഞ പോലെ. നിർത്തിയ വണ്ടി പോവുക ഗൈസ്. എന്ത് ചെയ്യാനാ, ഇതൊക്കെ പ്രതീക്ഷിക്കാം ഞങ്ങളുടെ എല്ലാ വീഡിയോകളിലും. കാരണം ഒട്ടും സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല. ഇങ്ങനെ കിടക്കുന്നു. അതെ അതെ, കുറച്ച് കഴിഞ്ഞാൽ ഈ പറന്നുണ്ടാവില്ല, ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞ തവണ പോയപ്പോ ഇങ്ങനെ ഉറങ്ങണ വീട്ടിൽ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അമ്മായിന്റെ ഉറങ്ങുന്നത് ഞാൻ ശബരിമല എടുത്ത് കൊടുക്കാം അമ്മായിന്റെ. സോ ആക്ച്വലി കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാറില്ല. ഞാനൊരു അല്ല, ഡ്രൈവ് ചെയ്യണം. ഇപ്പൊ സിമിൻ ചേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് അതായത് രാത്രി ആകുമ്പോഴത്തേനും ഞങ്ങൾ ചേഞ്ച് ആവും. അപ്പോഴത്തേനും ഈ 2 ടീമും പ്രദേശ് ആകും. അത് ഉറപ്പായിട്ടും പ്രദേശ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ലെറ്റ്സ് സീ. പക്ഷേ ഇതിന് മുന്നേ, അതായത് ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ, അതായത് ഇനിഷ്യലി ഞങ്ങൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കേക്ക് ഓക്കെ, ഇവരും കേൾക്കണം. അതായത് ബാക്ക് പാക്കിംഗ് പരിപാടി, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. സോ വി വെയർ ഇൻ എ ഹറി ഇൻ ദ സെൻസ്, ലാസ്റ്റ് ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. സോമി ഇന്നലെ രാത്രി പാക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അല്ലുകുട്ടൻ ഡ്രസ്സ് പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലുവിൻ്റെ കഥ ഈസ് ട്രാജിക് ആൻഡ് സങ്കടമുണ്ട്. പക്ഷേ ഉള്ള ഡ്രസ്സ് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. കബോർഡ് മൊത്തം ഫുൾ ആയതുകൊണ്ടും പർച്ചേസ് ചെയ്തതാണ് കുട്ടി. പക്ഷേ അതിന്റെ സങ്കടം മുഖത്തുണ്ട്, ഉള്ളിലുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കബോർഡ് ഫുള്ളാണ്, പക്ഷെ എന്നാലും ഡ്രസ്സില്ല 2 പേർക്ക്. അങ്ങനെ ശബരിമലക്കൊരു ഫുൾ കബോർഡ് ഉണ്ട്, എന്നാലും ഡ്രസ് ഇല്ല. അല്ല, എനിക്കുണ്ട്. ഞാനൊന്നും മേടിച്ചിട്ടില്ല. പക്ഷെ ഇടില്ല. പിന്നെ സോ പറഞ്ഞ പോലെ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണിക്കണം, ഇത് കാണിക്കണം, അതായത് ഗെറ്റ് റെഡി. അതെ, പക്ഷെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. സോ സ്ട്രൈറ്റ് അവേ ഞങ്ങൾ ഇപ്പൊ ഓൾറെഡി റോഡിലാണ്. ഓൺ ദ റോഡ്. 1 hour 16 minutes ബോർഡറിലേക്ക് അല്ലേ? ബോർഡറിലേക്ക് അവിടെ എത്തിയിട്ട് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ലോൺ എടുത്ത് കാർ വിട്ട് വരരുത്. ഇൻഫർമേഷൻ. പക്ഷെ NOC അല്ല, 20 days അല്ലേ? 20 days മുന്നേ. അതെ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഡിപ്പെൻസ് ആണ് ആക്ച്വലി അവിടെ ഇരിക്കുന്ന ഓഫീസർ അനുസരിച്ചിട്ടിരിക്കും. പക്ഷെ മോസ്റ്റ്ലി നിങ്ങൾ കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത്. കാരണം അവിടെ എത്തിയിട്ട് ഡിസപ്പോയിന്റ് ആയിട്ട് തിരിച്ചു വരരുത്. തിരിച്ചു വരേണ്ടി വരും. NOC ബാങ്കിൽ നിന്ന് NOC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണിച്ചു കൊടുത്തു വെച്ചാൽ അവര്. യെസ്, ലാസ്റ്റ് നമ്മൾ പോയപ്പോഴത്തേന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെ, സെയിം വണ്ടി തന്നെ പോയത്.
ലാസ്റ്റ് ടൈം പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഈവൻ വിസ വരെ നമ്മൾ എടുത്തിട്ടില്ല. അവർ ജസ്റ്റ് സ്റ്റാമ്പ് ചെയ്ത് തന്നു. ചിലത് ചാർജസ് ആപ്ലിക്കബിൾ ആണ്, പക്ഷേ നമുക്ക് ചാർജസ് കൊടുക്കേണ്ടി വന്നില്ല. അവർ എന്തോ നല്ല മൂഡിലായിരുന്നു. അതുമല്ല, അത് ടൂറിസ്റ്റ് പെട്ടെന്ന് തന്നെ അത് അധികം ആൾക്കാർ സീസൺ അല്ലായിരുന്നു. സീസൺ അല്ലായിരുന്നു. പ്രാവശ്യം സീസൺ ആണ്. ഞങ്ങൾ മാത്രമേ ഇമിഗ്രേഷൻ ഓഫീസ്. ദിസ് ടൈം ഇറ്റ് സീസൺ ടൈം. ചെറിയൊരു ഡിലേ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി നല്ല രീതിയിൽ സർവീസ് ചെയ്യുക. എല്ലാ രീതിയിലും, അതായത് വർക്ക്ഷോപ്പിൽ കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കുക വണ്ടി. അതിനുശേഷം നിങ്ങൾ പോകുന്ന വഴിക്ക്, അതായത് ഫുഡും കൂളൻറ്റും കാര്യങ്ങളും ഒക്കെ. പിന്നെ ലൈക്ക് 200 കിലോമീറ്റേഴ്സ് എന്താ പറയുക എത്തുമ്പോഴത്തേന് കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും പോരുത്. വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കുക, എൻജിൻ കൂൾ ഡൗൺ ചെയ്യാനുള്ള സമയം കൊടുക്കുക. ലൈക്ക് എന്താ പറയുക, ഒരു റിലാക്സ്ഡ് ഡ്രൈവ് ആയിരിക്കണം. ആരും എടുത്തു ചാടി പോകരുത്, എൻജോയ് ചെയ്ത് പോകണം. പിന്നെ എന്താ പറയുക, സീസൺ ടൈം ആയതുകൊണ്ട് നല്ല തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലേ? യെസ്, ആക്ച്വലി കഴിഞ്ഞ തവണത്തെ ഡ്രൈവ് വാസ് ലൈക്ക് ഞങ്ങൾ ഡെസേർട്ടിന് നടുവിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് ഒരു വണ്ടിയില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ട്രെയിലേഴ്സ് മാത്രം കണ്ടു. പിന്നെ 2-3 പെട്രോൾ സ്റ്റേഷനും കണ്ടു. അവിടെ കയറിയ വൻ ശോകം. ഐ മീൻ കമ്പയർഡ് ടു ദുബായ് വൻ ശോകം. നാട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നാട്ടിലാണ്. സോ ഞങ്ങൾ ഇത്തവണ അതിൻ്റെ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചെറിയൊരു ടെൻറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇൻ കേസ് ഓഫ് എനി എമർജൻസി അത് കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ അടുത്തുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ തവണ പോയതിനെക്കാട്ടിലും കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് ഇത്തവണ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നൗ വി നോ ഹൗ ടു ഡു തിങ്സ്. അമ്മേൻ്റെ ഈസ് ഫുള്ളി പ്രിപ്പയർഡ്. ഐ മീൻ വി ഓൾ ആർ പ്രിപ്പയർഡ്. അതെ, ഞങ്ങളെല്ലാവരും ഒരേപോലെ പ്രിപ്പയർഡ് ആണ് ഗൈസ്. പിന്നെ ഫ്രൂട്ട്സ്, അതായത് ഞങ്ങൾ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ഫ്രൂട്ട്സ് നമ്മൾ പ്രൈസ് എടുത്തേക്കുന്ന ഇഡ്ഡലി അല്ല, സോറി, അതായത് ഒരു ഫുൾ ഫ്ലോയിൽ പറഞ്ഞതാ. ഇഡ്ഡലിയും ചട്നി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എടുത്തായിരുന്നു, ഇഡ്ഡലിയായിരുന്നു. സോ നിങ്ങൾക്ക് അത് ഇഡ്ഡലിയും പിന്നെ വേറെന്താ ചേച്ചി? ചട്നി. അല്ല, വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. അങ്ങനത്തെ ഐറ്റംസ് കേടാവാത്ത കുറച്ച് കാര്യങ്ങൾ. സോ നമുക്ക് ഡിന്നർ, അതായത് ഹോംലി ഫുഡ് തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ ഫ്രൂട്ട്സ് ഓൺലി ഫോർ ദ ഡേ. ദെൻ ആഫ്റ്റർവേർഡ്സ് നമ്മൾ ശബരിമലയുടെ വെറൈറ്റി സാൻഡ്വിച്ചസ് ഞങ്ങൾ, കാരണം ഞങ്ങൾ അപ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സോ ഫെസിലിറ്റീസ് ഉണ്ട്, കിച്ചൺ ഫെസിലിറ്റീസും ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എ ഹോം. സോ ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും. കിച്ചണും എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ട്. സോ അവിടെ നമ്മൾക്ക് കഴിഞ്ഞ തവണ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തില്ല, നമ്മളെല്ലാം റെഡിമെയ്ഡ് ഫുഡ്. പക്ഷെ കഴിഞ്ഞ തവണ പോയ സമയത്ത് മറ്റേ ഈദിന്റെ ടൈം ആയിരുന്നു. സോ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. പോയത് അപ്പൊ അധികം അങ്ങനെ ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ ഒന്നും കാണാൻ പറ്റത്തില്ല. മൊബൈൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. എടുത്ത് പെട്ടെന്ന് കാണിക്കുന്നതിന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. സൗദി എയർലൈൻസ്. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഓൺ ദ വേ ഞങ്ങൾ ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. സോ അത്രേ ഉള്ളൂ. 1 hour. അതിനിടയിൽ ഫ്രൂട്ട്സ് മേടിക്കണം, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. സ്റ്റോക്ക് ചെയ്യണം. വെള്ളമാണ് മെയിൻലി നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ അവിടെ സലാല എത്തുന്നത് വരെ നമ്മൾ ഈ സമ്മർ സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. വെള്ളമാണ് നമ്മൾക്ക്. വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും വെള്ളം നമുക്ക് അധികം വെള്ളം കുടിക്കാനും പറ്റത്തില്ല, ഒഴിക്കാൻ മുട്ടും. But then we have this thing, right? നമ്മുടെ അടുത്ത് ആക്ച്വലി ടെന്റ് മാത്രമല്ല, എന്തെങ്കിലും എമർജൻസി വന്നാണെങ്കിൽ സൈഡിലോട്ട് നിർത്താം, അത് ഓപ്പൺ ചെയ്യാം, ഒഴിക്കുക, പരിപാടി കഴിയുക, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ അടുത്ത് ഡിസ്പോസിബിൾ ആയിട്ട് ഒരു പാക്കേജ്, അത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തി. ആമസോണിൽ അത് അവൈലബിൾ ആണ്. അതൊന്നുമല്ല, മൂത്രം മാറ്റുന്ന സാധനം. ലിക്വിഡ് സോളിഡ് ആക്കും, അത്ര തന്നെ. അതായത് സ്മെല്ല് വരില്ല, ഒന്നും വരില്ല, ഒള്ളി സുഗന്ധം. സക്സസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ആവശ്യമുള്ള ഒരു ലിങ്ക് ഞാൻ തരാം. അവൈലബിൾ ഇൻ ആമസോൺ. വളരെ വിലമോ തുച്ഛം, പിന്നെന്തോ തുച്ഛം, ഗുണമോ മെച്ചം. യെസ്, പണ്ടത്തെ ആഡിന്റെ വേർഡ്സ് ആണത്. അപ്പോൾ ഓക്കെ, സോ വി വിൽ ബി in touch with you guys. ഞങ്ങളിപ്പം ലൈക്ക് വി സെഡ് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറേ ഉണ്ട് പോവാൻ. സോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതെ, എന്തൊക്കെ മറന്നാലും ട്രാവൽ ഡോക്യുമെന്റ്സ്, അതായത് UAE റെസിഡൻസ് ആണെങ്കിൽ എമിറേറ്റ്സ് ID ആൻഡ് പാസ്പോർട്ട് ടു ബി വിത്ത് യു, കീപ് വിത്ത് യു.
അതല്ലേലും വേണല്ലോ എനിവേ ബിക്കോസ് വി ആർ അതെ അതല്ല മറക്കരുത്, നമ്മൾ റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രസ്സും കാര്യങ്ങളും പാക്കേജും എല്ലാം എടുത്തിട്ട് ഇറങ്ങും. പക്ഷെ ഇത് മറക്കരുത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അത് ഞങ്ങൾ ഇത് ഇനി ത്രൂ ഔട്ട് നമ്മൾ കേൾക്കാൻ പോണ ശബ്ദമായിരിക്കും. അതെ എന്ന ആ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ we are exceeding the speed limit. I think it's 120 120ന്റെ മേലെ അല്ലല്ലോ. ഇതിൽ എത്ര സിംജർ 120 അല്ലേ? 120യുടെ മേളിൽ പോകുമ്പോഴാണ് ഒരു ടിക് ടോങ് ശബ്ദം കേൾക്കുന്നത്. ലാസ്റ്റ് ടൈം പോയപ്പോൾ 12 hours, ഇമാജിൻ 12 hours ഞങ്ങൾ ആ ശബ്ദം കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കും. താരാട്ട് പട്ട അതിൽ കൂടെ അതുമല്ല, സലാലയിലാണ് ഞങ്ങൾ പോകുന്നതെന്നുള്ള ഒരു വിഷൻ അതായത് വെച്ചിട്ട് പോകും. അതായത് നമ്മൾ പ്രതീക്ഷിച്ചത് ചുറ്റിനും പച്ച മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ത്രൂ ഔട്ട് ലൈക്ക് അറൌണ്ട് 500+ കിലോമീറ്റേഴ്സ് ഞങ്ങൾക്ക് മരുഭൂമി മാത്രമായിരുന്നു. 500 അല്ല, സലാല ടച്ച് ചെയ്യുമ്പോഴത്തേനും, അതായത് നമ്മൾ അതിലോട്ട് കയറുമ്പോഴത്തേനാണ് നമുക്ക് ആ പച്ചപ്പ് ഫീലിംഗ് കിട്ടുന്നത്. എന്റെ ഫോണല്ലോ. സോ അപ്പോൾ അത്രേ ഉള്ളൂ. സോ ഇന്നത്തെ റൂട്ട് ചേഞ്ച് ആണ്. സോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് സൈറ്റ് സീയിങ് കണ്ടിട്ട് പോകാമെന്നാണ്. ബോറടിക്കരുത്, കാരണം സ്ട്രൈറ്റ് റോഡ് ആയിരിക്കും മോസ്റ്റ്ലി. ലൈക്ക് മുന്നേ ഇപ്പോൾ പറഞ്ഞ പോലെ മിനിമം 500 കിലോമീറ്റർ സ്ട്രൈറ്റ് ആയിരിക്കും. പിന്നെ ചെറിയ റൗണ്ട് അബൌട്ട് അല്ലെങ്കിൽ ചെറിയ റൈറ്റ്, പിന്നെ വീണ്ടും 500 കിലോമീറ്റർ. അങ്ങനെയാണ് ലാസ്റ്റ് ടൈം നമുക്ക് കിട്ടിയത്. സോ ഇപ്രാവശ്യം എന്തെങ്കിലും ചേഞ്ചസ്. വേറൊരു കാര്യം, ലാസ്റ്റ് ടൈം നമ്മൾ പോയത് സമയം വാസ് ഡിഫറെന്റ്. നമ്മൾ ഏർലി മോർണിംഗിനെ പോയത്. അപ്പം കൂടുതൽ നമ്മൾ ട്രാവൽ ചെയ്തത് ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലത്ത്. മാത്രമല്ല സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല ഇരുട്ട്, റോഡാണെങ്കിൽ പ്രോപ്പർ അല്ല, ലൈൻസ് ഒന്നും മാർക്കിങ്സ് ഒന്നും കറക്റ്റ് അല്ല. അങ്ങനെ ഇച്ചിരി ഒരു റോഡിലാരും ഇല്ലായിരുന്നു. കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സോ അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി. പക്ഷെ കുറച്ച് നേരം എണീറ്റിരുന്നു. കുറെ നേരം അതിലൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഫുൾ പവറിലാണ്. ഞങ്ങളൊരു 2 മണിക്ക് എന്താ ഇറങ്ങിയിട്ട് അവിടെ എത്തിയത് 5 മണിക്ക് 4 മണിക്ക് എന്താ കണ്ടേ. സോ അത്രയും ട്രാവൽ ചെയ്തിട്ട് നമ്മൾ പോയതാ. നമ്മൾ ബോർഡർ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുവരെ ബൈ ഗൈസ്, ബൈ. ബട്ട് ബോർഡർ എത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഫ്യൂൽ സ്റ്റോപ്പ് എടുത്തു. സോ അവിടെ നിന്ന് കുറച്ച് സ്നാക്സ്, കോഫി ആൻഡ് സം എനർജി ഡ്രിങ്ക്സ് മേടിച്ചു. ഓൺ ദ സെയിം ടൈം അല്ലുവിൻ്റെ വ്ളോഗും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. സോ അല്ലു കുറേ നാൾക്ക് ശേഷമാണ് വ്ളോഗ് എടുക്കുന്നത്, എക്സാമൊക്കെ ആയതുകൊണ്ട്. സോ അല്ലു എന്നെ ആക്ച്വലി പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഡ്രിഫ്റ്റ് വിത്ത് എന്നുള്ള പേജ്. ലൈക്ക് വൈസ് ഞാൻ അല്ലുക്കുട്ടൻ്റെയും പരിചയപ്പെടുത്തുകയാണ്. മീൻസ് പേജ് അല്ലുക്കുട്ടൻ മുന്നേ തന്നെ ഒരു വ്ളോഗറാണ്. വീഡിയോസും കാര്യങ്ങളും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇൻ ദ സെൻസ് ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ളവർക്കുള്ള സബ്സ്ക്രൈബേഴ്സ്. അലൈഡ സിമിൻ എന്നാണ് അല്ലുവിൻ്റെ പേജിൻ്റെ പേര്. സോ പരിപാടീസ് എല്ലാം കഴിഞ്ഞു. സാധനങ്ങളൊക്കെ ഗ്രാബ് ചെയ്തിട്ട് വി ആർ ഓൺ ദ വേ. ഇവിടുന്ന് ലൈക്ക് 40+ മിനിറ്റ് ഉണ്ട് അവിടെ എത്താനായിട്ട്. സോ ആക്ച്വലി ഞങ്ങൾ കുറച്ച് ഡിലേ ആണ്. ഞങ്ങൾ ഉദ്ദേശിച്ച ടൈമിനെക്കാട്ടി കുറച്ച് എക്സീഡഡ് എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ടെൻറ്റ്, പോർട്ടബിൾ വാഷ്റൂം പരിപാടീസൊക്കെ എടുക്കാനായിട്ട് വീണ്ടും വീട്ടിലോട്ട് പോയി. ദാറ്റ്സ് വൈ വി ആർ ലേറ്റ്. എന്നാലും സാരമില്ല, വി ആർ സ്ട്രൈറ്റ് വേ ഗോയിങ് ടു ദ ബോർഡർ. അതായത് എത്രയും പെട്ടെന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് സലാലയിലോട്ട്, അതായത് ഒമാനിൽ ടച്ച് ചെയ്യണം. അതാണ് നമ്മുടെ ഉദ്ദേശം. സോ ഗൈസ്, ഇനി ജസ്റ്റ് 10 more minutes നമ്മൾ 6 more minutes we will be reaching the border. Expecting നല്ല ബിസി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂൽ സ്റ്റേഷനിൽ ഇപ്പം നിന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പോയിന്റ്, അതായത് ഞങ്ങൾ 2 ഫ്യൂൽ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റോപ്പിൽ ഓൾറെഡി നിർത്തി, ഞങ്ങളുടെ ഫൈനൽ UAE ഫ്യൂൽ സ്റ്റോപ്പ്. സോ അതിനുശേഷം ഞങ്ങളിത് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്തി. 6 more minutes അല്ലെ കൂട്ടം പറഞ്ഞ പോലെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ വണ്ടികൾ കണ്ടു. എല്ലാവരും ഫുള്ളി പാക്ഡ് ആണ്. ഈവൻ ലോക്കൽസ്, അതർ നാഷണാലിറ്റീസും ഉണ്ട്. സോ എല്ലാവരും സലാലയിലേക്കാണെന്ന് തോന്നുന്നു പോകുന്നത്. അവർ പറയുന്നത് കേട്ടു. ദേ ആർ ഓൺ ദ വേ ടു സലാല. സോ എക്സ്പെക്ടിങ് നല്ല തിരക്ക്. നമ്മളിപ്പോൾ എത്തും. സോ സോമി ഉണ്ട് കൂടെ, കണ്ടില്ലേ ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ഇനീഷ്യൽ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അതായത് എൻട്രി പെർമിറ്റ് അടിക്കാനായിട്ടുള്ള സ്ഥലത്ത് പോയിന്റിലെത്തിയിട്ടുണ്ട്. അധികം റഷ് കാണുന്നില്ല. ബട്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ 100% റഷ് ഉണ്ടാവും. ദാറ്റ്സ് ഫോർ ഷുവർ. ഓൺ ദ സെയിം ടൈം ഞങ്ങൾ ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മുന്നോട്ട് പോകും തോറും അത് എന്തായാലും ആവശ്യം വരും. സോ കിടന്ന് റഷ് കാണിക്കാണ്ട് നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഇവിടെ വിസ, അതായത് ചെക്ക് പോസ്റ്റ് എന്നാണോ പറയുന്നത് അല്ലുകുട്ടാ? ബോർഡർ ക്രോസ്. യെസ്, ബോർഡർ ക്രോസിന് വെയിറ്റ് ചെയ്യാണ്. സോ ഞങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് തിരക്കുണ്ട്. വി ആർ ഇൻ ക്യൂ. അപ്പോൾ
ലെറ്റ്സ് വെയിറ്റ്. സോ ഗൈസ് വി ജസ്റ്റ് ക്രോസ് ദ ബോർഡർ. പക്ഷേ ചെറിയൊരു പണി പാളി. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, നോർമൽ ബോർഡർ ക്രോസ് ചെയ്യുന്ന സ്ഥലമല്ല, ഇത് വേറെന്തോ സെറ്റപ്പാണ്. സോ നമ്മൾ സ്ഥലമല്ല പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് പറ്റില്ല, വേറെ ഏതോ ഒരു ബോർഡർ ക്രോസിങ് വേറെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകണം. സോ ഇപ്പം സിംജാറിന് അങ്ങോട്ട് പോയേക്കാം. എന്താ പറയുക, അവരുടെ അടുത്ത് കറക്റ്റ് ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കാനായിട്ട്. സോ ലെറ്റ്സ് സീ ഇതെങ്ങനെ പരിപാടിയെന്ന് ഫുൾ ഇൻഫർമേഷൻ പറയുന്നതായിരിക്കും. സോ ഫോർ ദ മീൻ ടൈം സ്റ്റാൻഡ് ബൈ. വി ഗോട്ട് ദ ഇൻഫർമേഷൻ ഗൈസ്. ഇവിടെ നിന്ന് ഇനിയും 41 മിനിറ്റ്സ് ഉണ്ട്. എല്ലാവരും കൂട്ടാ 41 മിനിറ്റ്സ് ഉണ്ട്. ഈ ബോർഡർ അല്ല, ശരി, ഇത് മറ്റേ സിറ്റിസൺഷിപ്പ് ഉള്ള ലോക്കൽസിനുള്ള മാത്രം ബോർഡറാണ്. നമ്മൾ സലാലയിൽ പോകുന്നുണ്ടെങ്കിൽ അലൈൻ ബോർഡറിന് ഗൂഗിളിൽ അടിച്ചാൽ ഇവിടെയാണ് കൊണ്ടെത്തിക്കുക. നിസ്വത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബോർഡറിലാണ്. മിസ്വത്താണോ നിസ്വത്താണോ? നിസ്വത്തോ അങ്ങനെ എന്തോ ആണ് കറക്റ്റ് നെയിം. ഞങ്ങൾ അവിടെ എത്തിയിട്ട് പറഞ്ഞതായിരിക്കും. പക്ഷേ നൈസിന് പണിപാളി. ഇനി നമുക്ക് തിരിച്ച് പോകണം. യൂട്ടേൺ എടുത്ത് 41 മിനിറ്റ്സ് ഇവിടെ നിന്ന് വീണ്ടും. സോ ഞങ്ങൾ എത്തുന്ന സമയവും കുറച്ച് ഡിലേ ആവും ഇതുകൊണ്ട്. പക്ഷേ അവിടുത്തെ ആൾക്കാർ, അതായത് മിലിറ്ററി ആൾക്കാർ, അവിടെ സ്റ്റാഫ് എല്ലാം നൈസാണ്. അവർ കറക്റ്റായിട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്തു എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ. സോ വി ആർ ഓൺ ദ വേ. അവർ തന്നെ നല്ല രീതിയിൽ അവർ കോപ്പറേറ്റീവ് ആണ്. അപ്പോൾ ഓൺ ദ വേ ബാക്കി വിശേഷങ്ങൾ. ഇതാണ് ഒമാൻ. ഞങ്ങൾ തൊട്ടപ്പുറത്ത് കിടക്കുക. അതായത് ഒരു കാലെടുത്ത് അപ്പുറം വെച്ച് കഴിഞ്ഞാൽ ഒമാൻ എത്തും. പക്ഷേ ഞങ്ങൾക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ അവർ മതിൽ കെട്ടി വെച്ചേക്കുക. ഈ ഫെൻസിൻ്റെ അപ്പുറം കാണുന്ന ഒമാനാണ്. സോ വി ആർ ഗോയിങ് ബാക്ക് ടു ദ നെക്സ്റ്റ് ബോർഡർ. സോ ഗൈസ് വി റീച്ച്ഡ്. നമ്മൾ ബോർഡർ എത്തിയിട്ടുണ്ട്. നമ്മൾ ബോർഡർ എത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതേ കണ്ടില്ലേ, ഇത് ഫുൾ ക്യൂ ആണ് ഇവിടെ. കണ്ടോ, എപ്പോൾ ഉള്ളിൽ കയറുമെന്ന് ഒരു ഐഡിയ ഇല്ല. ബാക്കിലും ഇതേ ക്യൂ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാറുകൾ, മീൻസ് നമ്മളെപ്പോലെ തന്നെ ആൾക്കാർ വന്നിട്ടുണ്ട്. സോ എപ്പം എത്തുമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും മിനിമം ഒരു 30+ മിനിറ്റ്സ് എന്തായാലും എടുക്കും. ലെറ്റ്സ് വെയിറ്റ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്. സോ നമ്മൾ ഓൾമോസ്റ്റ് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ പോസ്റ്റാണ് ഗൈസ്. ഒരു ട്രക്ക് ഞങ്ങൾക്കിട്ടൊരു പണി തരുന്നുണ്ട്. അവർ ഒരു ട്രെയിലർ പോലത്തെ പരിപാടി സാധനം. സ്റ്റിൽ ഞങ്ങൾ ക്യൂവിലാണ്. സോ അങ്ങനെ അവസാനം അടിച്ച് കിട്ടി ഗൈസ് പെർമിറ്റ്. സോ വി ആർ ഓൺ ദ വേ ടു പാസ്പോർട്ട് കൺട്രോൾ. അങ്ങനെ നമുക്ക് എന്തടിച്ച് കിട്ടി? യു എ എക്സിറ്റ് അടിച്ച്. യു എ എക്സിറ്റ് മാത്രമല്ല, പെർമിറ്റ്, വിസ പരിപാടീസ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിനി ഇൻഷുറൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, വെഹിക്കിൾ ഇൻഷുറൻസ്. സോ ആരൊക്കെ വണ്ടി ഉണ്ടെന്നാലും ഇൻഷുറൻസ് ഈസ് മാൻഡേറ്ററി. സോ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അതെ, ഈ ഓഫീസിലല്ല കയറേണ്ടത്. ഇത് പാസ്പോർട്ട് കൺട്രോളാണ്. ഇതല്ല വേണ്ടത്. ആ ഒരു ബിൽഡിംഗ് ഉണ്ടോ? സോ ഈ ബിൽഡിങ്ങിൽ നിന്ന് ഞങ്ങളെ നേരെ ആ ബിൽഡിങ്ങിലോട്ട് ഇവർ അയച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കാർ ഇൻഷുറൻസിന് വേണ്ടിയിട്ട്. സോ അത് കഴിഞ്ഞാൽ ഓൾറെഡി ഒമാനിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ഡയറക്റ്റ് ടു ഒമാൻ. അതെ, നിസ്വ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ബോർഡറിൻ്റെ നെയിം. മെസിയാദ് ബോർഡറാണ്. അതെ, മാപ്പിൽ ടൈപ്പ് ചെയ്യുമ്പോൾ മെസിയാദ് ബോർഡർ ക്രോസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ, കാരണം മുന്നേ പോയെടുത്ത് സിറ്റിസൺസിന്, അതായത് ലോക്കൽസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ബോർഡർ ക്രോസിംഗ് ആണ്. സോ അവരാണ് നമ്മളിവിടെ ഡയറക്റ്റ് ചെയ്തത്. ഇവിടെ കുറച്ച് പോസ്റ്റ് ഉണ്ടായിരുന്നാലും ക്വൈറ്റ് ഈസി ആയിരുന്നു. എല്ലാം പടപടയെന്ന് കഴിഞ്ഞു. അതെ, നല്ല വെതർ. അധികം ചൂടില്ല. സ്കൈ കണ്ടില്ലേ? ബാക്ക്ഗ്രൗണ്ടും എല്ലാം അടിപൊളിയാണ്. അതായത് ഒരുപാട് ഹ്യൂമിഡിറ്റിയോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ലൈറ്റ് ചൂട് അത്രേ ഉള്ളൂ അല്ലേ? സംഭവം അടിപൊളിയാണ്. സോ അങ്ങനെ ഞങ്ങളിപ്പോൾ ഒന്ന് പവറായത്. കാരണം വിസ കിട്ടുമോ, അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതെ. സോ പരിപാടീസ് എല്ലാം കഴിഞ്ഞു. ഇൻഷുറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതും കൂടെ കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്നു. നമ്മൾ സ്ട്രൈറ്റ് അല്ല, അതെ, ഈ ഒരു റഷ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ? ഈ ഒരു റഷ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി റോഡ് ട്രിപ്പിൻ്റെ ബാക്കി പരിപാടീസ് വീൽ അപ്ഡേറ്റ്. ജസ്റ്റ് ടു മേക്ക് എവറിത്തിങ് ക്ലിയർ. നമ്മൾ വന്നു, എന്താ പറയുക, ബോർഡർ ക്രോസ് ചെയ്തു, എൻട്രി പെർമിറ്റ് അടിച്ചു. അതിനുശേഷം നേരം പാസ്പോർട്ട് കൺട്രോളിൽ വന്നു. പക്ഷേ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, കാർ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ കാർ ഇൻഷുറൻസ് തൊട്ടടുത്ത ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട്. അതിന് ശേഷം കാർ ഇൻഷുറൻസ് എടുക്കുക, തിരിച്ച് വീണ്ടും നമ്മൾ ഈ പാസ്പോർട്ട് കൺട്രോളിൽ വരിക. ഇവിടെ നിന്ന് വിസ കിട്ടും.
വിസയ്ക്ക് എന്തായാലും ജസ്റ്റ് ആ കാർ ഇൻഷുറൻസും കാര്യങ്ങളും മുൽക്കിയും വണ്ടീൻ്റെ പരിപാടീസ് എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് തന്നെ പരിപാടി വിസ എല്ലാം അടിച്ചു തരും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ എൻട്രി പെർമിറ്റ് എടുക്കുന്ന സമയത്ത് 150 dirhams ഫോർ 5%, 152 dirhams ആയി. സോ ഇവിടെ നമുക്ക് അതിന് ശേഷം നേരെ വന്ന് ഞാൻ പറഞ്ഞ മാതിരി തന്നെ എല്ലാ പരിപാടീസും കഴിയുക. അതിനുശേഷം സിം എടുത്തു. ഒരു 20 OMRൻ്റെ ഒരു അൺലിമിറ്റഡ് പാക്കേജും ഒരു സിമ്മ്, പിന്നെ ഒരു 8 GB വേറൊരു സിമ്മും, അതിന് 5 OMR. സോ നിങ്ങൾക്ക് വരുമ്പം ഇതൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ്ലി നമ്മൾ വിസ പരിപാടീസ് എല്ലാം കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഇവിടെ വേറൊരു ക്യൂ ഉണ്ട്. ഇവിടെ ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം കാണിക്കുക, നമ്മൾ കൊടുത്ത റെസിപ്റ്റും അതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. എന്ത് അതെ 30 dirhams പെർ ഹെഡ് വിസ ചാർജ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞു. ലൈക്ക് നമ്മളിപ്പം ദുബായിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 hours കഴിഞ്ഞു. 3 hours 10 minutes ടു ബി പ്രിസൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയുള്ള റോഡ് ട്രിപ്പ് കുറച്ച് എന്താ പറയുക, രാത്രിയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ 2 way ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ കണ്ടറിയാം. അപ്പോൾ ലെറ്റ്സ്. ഇപ്രാവശ്യം കുറേ ഉണ്ട്. ആസ് ഇറ്റ്സ് സീസൺ ടൈം ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ അടിപൊളിയായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ ഓൺ ദ വേ പറയുന്നതായിരിക്കും. ടാറ്റാ. ഒഫീഷ്യലി ഞങ്ങൾ റോഡ് ട്രിപ്പ് ഒഫീഷ്യലി ഫ്രം ഒമാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മുന്നത്തെ പോലെയല്ല, സീസൺ ആയതുകൊണ്ട് തന്നെ ഒടുക്കത്തെ ചെക്കിംഗ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യും. അവർ വെഹിക്കിള് ഫുള്ളായിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബൂട്ട് മാത്രം. പിന്നെ ജസ്റ്റ് അവരുടെ ഐ കോണ്ടാക്ട് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, എത്ര ആൾക്കാർ വണ്ടിയിലുണ്ട്. പിന്നെ എന്താ പറയുക, നൈറ്റ് ആണ്. ലൈക്ക് 3 hours 30 minutes ഓൾറെഡി കഴിഞ്ഞു. ഞങ്ങൾ ദുബായിൽ നിന്ന് ട്രാവൽ ചെയ്തു, അതായത് ഓൺ ദ വേ. ഇപ്പോൾ 3 hours 30 minutes ഓൾറെഡി കഴിഞ്ഞു. സോ അങ്ങനെ ഓൺ ദ വേ ആണ്. ഇനിയിപ്പോൾ നമ്മൾ നിസ്വയിലോട്ടാണ് പോകുന്നത്. അത് 2 hours 24 minutes ആണ്. കണ്ടിന്യൂസ് ഡ്രൈവിംഗ് തന്നെ ആയിരിക്കും. ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ് ഡ്രൈവിംഗ്. കാരണം കുറേ നേരം നമ്മൾ അവിടെ പാസ്പോർട്ട് ഇതാക്കുന്ന സമയത്ത് ബോർഡറിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതെ. സോ വണ്ടിക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വണ്ടീനെ കൂളാക്കി. അതെ, കൂളാക്കിയിട്ടുണ്ട്. അങ്ങനെ കണ്ടിന്യൂസ് ഡ്രൈവ്. സോ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വി ആർ ഓൺ ദ വേ. ഗൈസ്, അല്ലിക്കുട്ടൻ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നാണ് ആക്ച്വലി ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ലിക്കുട്ടൻ തന്നെ പറയും ഇത് എക്സാക്ട്ലി ആർക്ക് വേണ്ടിയിട്ടാണ്. എനിക്കില്ലേ അങ്ങനെ അല്ലിക്കുട്ടൻ്റെ കേക്കൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഓവർ ഒമാനിലെ. ഫ്യൂവലൊക്കെ അടിച്ചു, ഫുൾ ടാങ്ക് അടിച്ചു, ആൻഡ് വി ആർ ബാക്ക് ഓൺ ദ ട്രാക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മരുഭൂമിയാണ് പ്രതീക്ഷിച്ചത് രണ്ട് സൈഡിലും ലാസ്റ്റ് ടൈം പോയ പോലെ. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഇവിടുത്തെ പുതിയ ബോർഡർ ക്രോസ് ആയതുകൊണ്ട്, അതായത് നമ്മൾ വേറെ ബോർഡർ ക്രോസ് ചൂസ് ചെയ്തുകൊണ്ട് ബോറടിക്കാണ്ട് പോകാൻ പറ്റി. അത്യാവശ്യം ഷോപ്പും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും ഉണ്ട്, കുഴപ്പമില്ലാത്ത ട്രാഫിക്കും ഉണ്ട്. സോ നമ്മളെപ്പോഴും ബിസി ആയിരിക്കും, എപ്പോഴും വിജിലൻ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലത്തെ പോലെ രണ്ട് സൈഡിലും, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വണ്ടി വരും. അത് വി ആർ എക്സ്പെക്റ്റിംഗ് സൂൺ. ഇപ്പം 2 way ട്രാക്ക് ആണെങ്കിലും നമുക്ക് ഇപ്പം തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വണ്ടി വന്ന് തുടങ്ങും. ഗൈസ്, സോ നമ്മൾ വിജയ് ഹാഡ് എ സ്റ്റോപ്പ് ഓവർ അല്ലേ പമ്പിൽ, നിസ്വയിൽ. സോ ഞങ്ങൾ നിസ്വ കഴിഞ്ഞു. ഞങ്ങൾ ചെറിയ റൂട്ട് ചേഞ്ച് ആക്കി ആക്ച്വലി. സോ നിസ്വയിൽ പോയിട്ട് നമ്മൾ സലാല പോകാനായിരുന്നു പ്ലാൻ. പിന്നെ ഡയറക്റ്റ് നമ്മൾ സലാലിലോട്ട് റൂട്ടിട്ടപ്പം കുറച്ച് ടൈം നമുക്ക് സേവ് ചെയ്ത് കിട്ടി. നിസ്വ ബൈപ്പാസ് ചെയ്താൽ നമുക്ക് 1.5 hours സേവ് ചെയ്യുന്നത് കൊണ്ട് ഓൺ ദ സെയിം ടൈം ഞാനും ചെറിയൊരു നാപ്പ് എടുത്തു. കാരണം ഡ്യൂട്ടി ചേഞ്ച് ചെയ്യാനുള്ള സമയമായി. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു സുമിതയോടെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തും. സോ ഫുഡ് കഴിച്ച് നേരെ ഷപ്പിനെ ഞാൻ ഡ്രൈവിംഗ് പരിപാടീസിലേക്ക് കയറുന്നതായിരിക്കും. സുമിതേട്ടനപ്പം റെസ്റ്റ് എടുക്കണം അല്ലേ. സോ ഇഡ്ഡലിയും ചട്നിയും കഴിക്കാനുള്ള ടൈമായി. നമ്മളിപ്പം ഇവിടെ ഈ ഒരു പമ്പിൽ കയറിയിട്ട് ഒരു മണിക്കൂർ കുറച്ച് നേരം വണ്ടി നിർത്തിയിടും. കാരണം 3 to 4 hours നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തു. സോ വണ്ടിക്ക് റെസ്റ്റ് കൊടുത്തേ പറ്റൂ. ലാസ്റ്റ് ടൈം പോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ നിസ്വ എത്തി.
നിസ്വയിൽ ഞങ്ങൾ ഇനി ഡയറക്റ്റ് സലാലയിലേക്കാണ് പോകുന്നത്. സലാല എന്ന് പറയുമ്പോൾ വാദി ദർബാത്ത് ഡയറക്റ്റ് പോവാണ്. ഡയറക്റ്റ് പോവാ. ശബരി ഇടയ്ക്ക് ഉറങ്ങിയായിരുന്നു. അപ്പൊ ശബരി ഞങ്ങൾ സംസാരിച്ചൊന്നും കേട്ടില്ല. ശബരി ആക്ച്വലി ഒരു പവർ നാപ്പ് എടുക്കുമായിരുന്നു. ബിക്കോസ് ഡ്രൈവ് ചെയ്യണമല്ലോ, 9 hours ഇനിയുണ്ട്. സോ എന്താ പറയാ, ഓക്കെ, വാദി ദർബാത്തിലേക്കാണ് നമ്മൾ പോണത്. 9 hours ഡ്രൈവ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഒന്ന് ചില്ല് ചെയ്ത് ഈ വെതറൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട്, ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്കും ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല കാറ്റുണ്ട്. ചൂട് രക്ഷയില്ല, കാറ്റാണുള്ളത്. ചൂടില്ല, തണുപ്പുണ്ടോ? തണുപ്പില്ല. നല്ല കാറ്റുണ്ട്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് അവിടെ. അതായത് നോർമൽ. ഇടയ്ക്ക് വരുമ്പോഴത്തേന് ഞങ്ങള് കുറച്ച് മഴ കിട്ടി. അതായത് ചെറിയ 2-3 ഡ്രോപ്ലെറ്റ്സ്. അതിന് മഴ തുപ്പിയിട്ടാണ്ട് വന്ന പോലത്തെ. അയ്യോ അല്ല, അത്രയും കുറച്ചുണ്ടായിരുന്നുള്ളൂ. ലൈക്ക് തുപ്പിയിട്ടത് ആരോ വെള്ളം ഒഴിച്ചിട്ട് പോയതോ അങ്ങനെ എന്തോ. അയ്യോ. പക്ഷെ നമ്മൾ വരുന്ന ടൈമില് റോഡ് സൈഡിലെ 2 സൈഡിലായിട്ട് വെള്ളമൊക്കെ കണ്ടായിരുന്നു. അതായത് മഴ വരാനുള്ള ചാൻസസ് ഉണ്ട്. നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. എന്നുവെച്ചാല് ബാക്കിയുള്ള പാർട്ട് നല്ല ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ ഇപ്പുറത്ത് വെള്ളം കെട്ടി കിടക്കുന്ന ഒരവസ്ഥ. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ആരെങ്കിലും അവിടെ കൊണ്ട് വെള്ളം ഒഴിച്ചാണോ അറിയില്ല. അങ്ങനെ നമുക്ക് തോന്നുന്നു മഴ പെയ്ത സ്ഥലമാണെങ്കിൽ പരിസരത്തെങ്കിലും കുറച്ച് സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ, മണ്ണിന്റെ സ്മെല്ല്, നമ്മുടെ നാട്ടിലത്തെ സ്മെല്ല്. ഓ മാൻ, കുറച്ച് ചാണക സ്മെല്ലും. അതെ, ഒരു ചാണക സ്മെല്ല് മിക്സ് ഉണ്ടായിരുന്നുണ്ടോ, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല എക്സാക്ട്ലി. സോ വി ബിലീവ് അതാണെന്നാണ് വിശ്വാസം. ഇവിടെ മഴ പെയ്തിട്ടുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്യുന്ന പോലത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെയാണ് നമുക്ക് ഇവിടെ നമ്മളെ ഗിവിങ്. എന്തായാലും നിങ്ങൾ പ്ലാൻ ചെയ്തെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആണ്. യുഎഇന്ന് കുറച്ച് മാറി നിൽക്കണം തോന്നി കഴിഞ്ഞാൽ നേരെ സീസൺ എൻഡ് ചെയ്യുന്നത് ഐ തിങ്ക് സെപ്റ്റംബറിലാണ്. അതിന് മുന്നേ പറഞ്ഞോ, അല്ലെങ്കിൽ പണിപ്പാളും. കാരണം അത് കഴിഞ്ഞാൽ ചൂട് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ സെയിം ദുബായ് ക്ലൈമറ്റ് ഇവിടെയും കിട്ടും. അപ്പോൾ അത്ര തന്നെ ഞങ്ങൾ ഫ്യൂൽ സ്റ്റേഷനിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്. ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു. പക്ഷേ ഇന്ന് ഡയറ്റും പരിപാടിയൊന്നും ഇല്ല, ഐസ്ക്രീം കഴിക്കും. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, എല്ലാം കഴിക്കണം. നല്ല ലൈറ്റിംഗ് അത്ര തന്നെ. അപ്പോൾ പരിപാടി ഇങ്ങോട്ട് പൊള്ളിക്ക് തന്നെ, കളറാക്കി തന്നെ അല്ലേ അൽക്കുട്ടാൻ സൊമൻസ്. ഡ്രൈവിംഗ് പരിപാടീസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ ഞങ്ങൾ വണ്ടി നല്ല കാറ്റ് വണ്ടിക്ക് കുറച്ച് റെസ്റ്റ് എടുത്തേക്കും. അതേ കണ്ടില്ലേ, അത് കാണിക്കാൻ പറ്റത്തില്ല, ഫ്രണ്ട് ക്യാം ഓപ്പൺ ആവില്ല. അതെ കണ്ട. സോ അത്ര തന്നെ റെസ്റ്റ്, ഞങ്ങൾ റെസ്റ്റ്, വണ്ടിക്കും റെസ്റ്റ്. ഇപ്രാവശ്യം വണ്ടിക്ക് നല്ല രീതിയിൽ തന്നെ റെസ്റ്റ് കൊടുത്തിട്ടാണ് പോകുന്നത്. യെസ്, അതാണ് നമ്മളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ ഓൺ ദ വേ കാണിക്കാം. അപ്പോൾ ഗൈസ്, വി ആർ സെറ്റിലിംഗ് ഡൗൺ ഹിയർ ഫോർ സം ടൈം. വണ്ടിക്കും റെസ്റ്റ്, ഞങ്ങൾക്കും റെസ്റ്റ്. ഞങ്ങൾക്കുള്ള ഫ്യൂവൽ ദേ ഇഡ്ഡലിയും ചട്നിയും ടൊമാറ്റോ ചട്നിയും പൊടിയാണ് കേട്ടോ. ഒരു പൊടിയും ഒരു കറിയും ഇതിനോട് ചേർന്നിട്ട് തന്നെ ഞങ്ങൾ മാറ്റും കാര്യങ്ങളൊക്കെ മീൻസ് ചേച്ചി ചേട്ടനാണ് മെയിൻലി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ലാസ്റ്റ് ടൈം ഇഡ്ഡലി ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സെയിം ഇപ്രാവശ്യം അത് തന്നെ റിപ്പീറ്റ്. കാരണം ഇത് ഒരുപാട് നേരെ ഇരിക്കും, അധികം പെട്ടെന്ന് കേടാവില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു ബ്രിങ് ഇതേപോലത്തെ ഐറ്റംസ്, പെട്ടെന്ന് കേടാവാത്ത. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു, നല്ല രീതിയിൽ തന്നെ കഴിച്ചു. അടിപൊളിയായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഫ്യൂൽ സ്റ്റേഷനിൽ നിന്ന് മേടിച്ചിട്ട് വന്ന ഈ ഡെസേർട്ടും, അതായത് ഐസ്ക്രീം. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. വണ്ടിക്കും റെസ്റ്റ് ആവശ്യത്തിന് കിട്ടി, ഞങ്ങൾക്കും ആവശ്യത്തിന് കിട്ടി. അങ്ങനെ അടുത്ത സെഷനിലോട്ട് കിടക്കുകയാണ്. ഒരു ലോങ് ട്രാവൽ തന്നെ ഉണ്ട് അഹെഡ്. സിമിചേട്ടനും ചേച്ചിയും സോമിയും റെസ്റ്റ് എടുക്കാനുള്ള പ്ലാനിലാണ്. മീൻസ് അവരെടുത്തേ പറ്റത്തുള്ളൂ. കാരണം അടുത്ത ഇപ്പോഴത്തെ സെഷൻ ഞാനാണ് ഇനിയും ഡ്രൈവിങ്. ഞാനും അല്ലിക്കുട്ടനും ഉണ്ടാവും കൂടെ. എൻ്റെ കൂടെ അല്ലിക്കുട്ടനുണ്ട്. എന്താ പറയുക, അല്ലിക്കുട്ടന് ലേറ്റായിട്ടായി ഉറക്കം വരത്തുള്ളൂ എന്ന് പറഞ്ഞു. സോ അല്ലിക്കുട്ടനും പവറാണ്, ഞാനും പവറാണ്. സോ വി ആർ ഗോയിങ് അഹെഡ്. ഇപ്പം കറൻ്റ്ലി നമുക്ക് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ലാസ്റ്റ് ടൈം അങ്ങനെ ആയിരുന്നു. സോ വി ആർ എക്സ്പെക്ടിങ് ദ സെയിം. കണ്ടില്ല, അടിപൊളിയാണ് ഇവരുടെ, അതായത് സിറ്റി ലൈഫ്. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലും അവിടുന്ന് കുറച്ചിട്ടുള്ള ഹൈവേയിലും നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളാണ്. ഔട്ട്സ്കേർട്സിലോട്ട് കയറും തോറും ലൈറ്റ് കുറഞ്ഞു വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസസ് കൂടുതൽ.
ഞാൻ ഇത്ര കോൺഫിഡൻസിൽ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ലാസ്റ്റ് നമ്മൾ സെയിം സിറ്റുവേഷനിലൂടെ തന്നെയാണ് പോയത്. ഇതാണ് പ്രൂഫ്. നമ്മൾ ഔട്ട്സ്കേർട്സിലോട്ട് എൻ്റർ ചെയ്തു, സ്ട്രീറ്റ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞു. ഇനിയും നാട്ടിലത്തെ പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വണ്ടി വന്ന് തുടങ്ങും. സോ എല്ലാവരും സ്ഥലത്തോട്ട് പോകുന്ന എല്ലാവരും നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം. ഈവൻ മൾട്ടിപ്പിൾ ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ ബെറ്റർ. അല്ലെങ്കിൽ മീൻസ് ഡ്രൈവേഴ്സ് ഇൻ ദ സെൻസ് ലൈസൻസ് ഉള്ളവർക്ക്. അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് പറ്റും, പക്ഷേ റെസ്റ്റ് എടുത്ത് പോകാനേ പറ്റത്തുള്ളൂ. ഇതേപോലെ വേറെ ഒന്നുമല്ല. ഇപ്പം ഈ സ്റ്റോപ്പ് ഓവർ ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, വണ്ടിക്ക് റെസ്റ്റ് വേണം. ലൈക്ക് ഓൾമോസ്റ്റ് 250 കിലോമീറ്റേഴ്സ് ഞങ്ങൾ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്സിന് പകരം ഫുൾ മൂണായിരുന്നു. നമുക്ക് നല്ല നിലാവ് കിട്ടി. സോ ഗൈസ്, ഞങ്ങളുടെ മുഖം നിങ്ങളെ കാണിക്കാനായിട്ട് ഞങ്ങൾ പല പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. സാഹസികമായിട്ട് മൊബൈൽ കൈ പിടിച്ചിട്ട് ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അല്ലല്ലോ കേട്ടോ. സോ ഞങ്ങൾ നിസ്വാണോ അല്ലേ? സോറി. സോ ഓൾമോസ്റ്റ് ഇനി ഒരു ജസ്റ്റ് ഒരു 500+ കിലോമീറ്റേഴ്സ് കൂടെ മാത്രമേ ഉള്ളൂ. വെറും 500 കിലോമീറ്റേഴ്സ് മാത്രം. സോ ഞങ്ങളിപ്പോൾ എവിടെയായിരുന്നു? പാർക്കിംഗ്. അത് കുഴപ്പമില്ല. പാർക്കിംഗ് ലേ ഓവർ എന്താ പറയുക, ഈ ഹൈവേയിൽ സലാല റോഡിലോട്ട്, അതായത് അറൗണ്ട് 600 to 700 കിലോമീറ്റർ സ്ട്രൈറ്റ് റോഡാണ്. സോ ഇൻ ബിറ്റ്വീൻ ലൈക്ക് ഒരു 80-100 കിലോമീറ്റേഴ്സിന് ഇൻ ബിറ്റ്വീനിലായിട്ട് തന്നെ നമുക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. ഈവൻ ട്രക്സിനും നമ്മുടെ കാറിനും വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കാനായിട്ട് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ റെസ്റ്റിലാണ്. അടിപൊളി ക്ലൈമറ്റാണ്. 23, 22, 24 ആ ഒരു റേഞ്ചിലാണ് ഇപ്പം. നല്ല കാറ്റും. ഇപ്പോൾ കാറ്റില്ല, കുറച്ച് നേരം മുന്നേ കാറ്റുണ്ടായിരുന്നു. കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്, അടിപൊളിയാണ്. സോറി ഗെയ്സ്, കുറച്ച് തണുപ്പല്ല, അത്യാവശ്യം തണുപ്പുണ്ട്. വരക്കുന്നു. അല്ലുകൂട്ടൻ ജാക്കറ്റ് ഒന്ന് ഊരിക്കേ. ഓനോ, ജാക്കറ്റ് ഊരിയാ തണുക്കും അല്ലുകൂട്ടന്. ജാക്കറ്റിനുള്ളിലായോണ്ട. കാറ്റുണ്ടല്ലോ അല്ലേ? ഇല്ലേ? തണുപ്പുണ്ട്, കാറ്റുണ്ട്. അധികം മൈനസ് ഒന്നുമില്ല, തണുപ്പുണ്ട്. സോ എന്താ പറയുക, റോഡ് ട്രിപ്പാണ് ബെസ്റ്റ് ഫ്ലൈറ്റിനെക്കാട്ടി. ലാസ്റ്റ് ടൈമിന് വെച്ച് നോക്കുമ്പോൾ അതെ, ഫാമിലി അല്ലെങ്കിൽ വിത്ത് ഫ്രണ്ട്സ്, അതെ, നല്ല പൊള്ളി മുഴായിട്ട് വരണം. അല്ലിക്കുട്ടനാണ് എനിക്കിന്ന് എൻ്റെ കമ്പാനിയൻ. സോമിയും ചേട്ടനും ചേച്ചിയും എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. കാരണം ഓൾമോസ്റ്റ് ഇപ്പം ടൈം എത്രയായി? 1:22. 21 ആയി. മിഡ് നൈറ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് 2-3 ഡ്രൈവേഴ്സ് എന്തായാലും വേണം. അതെ, ഒരാൾ ലേണിംഗ് പ്രോസസ്സിലാണ്. സോ കൊടുക്കാനുള്ള സോമി. രണ്ടാളിനാരാ? അല്ലിക്കുട്ടനുണ്ട്, അമ്മ. ഓ സോറി ഗൈസ്, ഐ എം വെരി എക്സ്ട്രീംലി സോറി. കാവ്യചേച്ചിയും സോമി രണ്ടാളും ലേണിംഗ് പ്രോസസ്സിലാണ്. അത് കഴിഞ്ഞാൽ അതായത് നെക്സ്റ്റ് ട്രിപ്പ് അല്ലു ഉടനെ എത്തും അവിടെ. അതായത് എന്താ പറയുക, ഞങ്ങളുടെ നെക്സ്റ്റ് റോഡ് ട്രിപ്പ് എങ്ങനെയാണെങ്കിലും അവർക്കായിരിക്കും കൊടുക്കുന്നത്. കാരണം ആ സമയത്ത് തന്നെ അവർ ലൈസൻസും അതായത് സ്റ്റിയറിംഗ് ബാലൻസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പം റിലാക്സ് മോഡിലാണ്. അല്ലു ആണ് എൻ്റെ ഡ്രൈവർ, കോ പൈലറ്റ്. അതെ, നല്ല അടിപൊളി ക്ലൈമറ്റും. DJ പൊളിശരത്ത് ട്രാക്ക് മാറ്റുന്ന പൊളിശരത്താണ് അല്ലിക്കുട്ടൻ. അതായത് എന്താ പറയുക, ഇനിയും സ്ട്രൈറ്റ് റോഡാണ്, ഒന്നുമില്ല രണ്ട് സൈഡിലും വരുമ്പോൾ. ലാസ്റ്റ് ഞങ്ങൾ ടൈം പോയ ആ റോഡിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്, പക്ഷെ ഒരു സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. സോ എൻ്റയർലി ബ്ലൈൻഡ്, സ്ട്രൈറ്റ് അങ്ങ് വെച്ച് പടക്കുക അല്ലേ? ഹെഡ്ലൈറ്റ് ഉണ്ട്, ബ്ലൈൻഡ് അല്ല, ഹെഡ്ലൈറ്റ് ഉണ്ട്, യു നോ. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങൾ റിലാക്സ് ചെയ്തിട്ട് ബാക്കി പരിപാടി കാണിക്കുന്നതായിരിക്കും. ഇനിയിപ്പം വലുതായിട്ട് കാണിക്കാനൊന്നുമില്ല ആക്ച്വലി, അല്ലേ? അപ്പം ഈ പീസ് നമ്മളവിടെ ഒരു 7:45 ആ റേഞ്ചിൽ എത്തുമായിരിക്കും. 8 മണിക്ക് മുന്നേ എത്തണം. അതെ, ലെറ്റ്സ് സീ. അപ്പോൾ ഓക്കെ, അങ്ങനെ റെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം വി ആർ ബാക്ക് ഓൺ ട്രാക്ക്. ഞാൻ പറഞ്ഞ പോലെ നാട്ടിലത്തെ പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വണ്ടി വരുന്നുണ്ട്. ലൈക്ക് വി ആർ ക്ലിക്കിംഗ് ലൈക്ക് അറൗണ്ട് നമ്മുടെ സ്പീഡ് 120+ ആണ്. ലൈക്ക് ഞാൻ ഒരു 110, 120 ആ ഒരു മിഡ് റേഞ്ചിലാണ് ഇപ്പോൾ ഓടിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്പീഡ് കിട്ടും. കാരണം നമ്മുടെ എക്സാക്ട് ടൈമിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വാദിദർഭത്തിലും ബാക്കി ഡെസ്റ്റിനേഷനിലൊക്കെ കറക്റ്റ് ടൈമിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ.
പിന്നെ മെയിനായിട്ടുള്ള കാര്യം ആര് ഡ്രൈവ് ചെയ്താലും നല്ല കെയർഫുള്ളായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കണം. ഗൈസ്, ഞങ്ങൾ വീണ്ടും ഒരു ഫ്യൂവൽ സ്റ്റോപ്പ് ഓവറിന് നിർത്തിയിട്ടുണ്ട്, ഒന്ന് റിഫ്രഷ് ആവാനൊക്കെ ആയിട്ട്. കണ്ടില്ലേ, എല്ലാവരും പവറായിട്ട് നിൽപ്പുണ്ട്. സോമി ഒരുപാട് നേരം ഉറങ്ങിയിട്ടുണ്ട്, എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ അല്ലിക്കുട്ടനുണ്ട്. അല്ലിക്കുട്ടനായിരുന്നു ഇത്ര നേരം എൻ്റെ കോ പൈലറ്റ്. ഫുള്ള് ഓണായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടാവും. അറൗണ്ട് 400 കിലോമീറ്റേഴ്സ് എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും റെസ്റ്റ് എടുത്തു. എല്ലാവരും ഞെട്ടി എണീക്കുന്നുണ്ടെങ്കിലും എല്ലാവരും റെസ്റ്റൊക്കെ എടുത്തു. തണുപ്പില്ല എന്ന് നേരത്തെ അല്ലിക്കുട്ടൻ പറയുന്നുണ്ടായിരുന്നു. അല്ലിക്കുട്ട പറ, തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. ആക്ച്വലി ഇറ്റ് ഫീൽസ് റിയലി കാമിങ്. ആൾക്കാർ പറയാറുണ്ട് എൻ്റെ കയ്യിൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആരും സംസാരിക്കാൻ അനുവദിക്കാം. അത് നല്ലൊരു കാര്യം. ഷീ ഈസ് വെരി ടോക്കറ്റീവ്. എന്താ പറയാ, മീഡിയയുടെ ഫ്രണ്ടിൽ, മീഡിയ മീൻസ് എന്താ പറയാ, സ്ക്രീനിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിലും കിടന്ന് ഇല്ല അങ്ങനെ സംസാരിക്കില്ല. അല്ല, നമ്മുടെ നോക്കിയാ, അല്ലാണ്ട് അല്ലെങ്കിലും കൊയറ്റാ. എല്ലാരുടെ അടുത്ത് പിന്നെ വഴി കൂടെ അറിയുന്ന ആൾക്കാരുടെ മിണ്ടാൻ പറ്റുള്ളൂ. സോ അല്ല, സോമി നല്ല രീതിയിൽ സംസാരിക്കും. നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ള കുട്ടിയാണ്. ഞാനായിരുന്നു വ്ളോഗർ ആവണ്ടെന്ന് തോന്നുന്നു. അതെ, സോമി നല്ല വ്ളോഗർ ടാലന്റ് ഉള്ള കുട്ടിയാണ്. അതെ, മൈ കൊടുത്താലും ഇല്ലെങ്കിലും കിടന്ന് സംസാരിച്ചോണ്ടിരിക്കും. അല്ലു പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ സംസാരിച്ചാലും തരാൻ മൈക്കുണ്ട്, ആരും തരാറില്ല. സോ ഞങ്ങള് കുറച്ച് റിലാക്സ്ഡ് ആയി വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കാനായിട്ട് വീണ്ടും നിർത്തിയേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി സലാലയിൽ എത്താനായിട്ട് അറൗണ്ട് 400 കിലോമീറ്റേഴ്സ് ഉണ്ട്. വാദി ദർപ്പതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇനീഷ്യൽ. അതെ, ഓൾറെഡി സോമി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നും കൂടെ നോർമലിറ്റിയാണ്. എല്ലാം പറയും അമ്മു എല്ലാം പറയും, ഒരു കാര്യമില്ലാണ്ടും പറയും. സോ അത്രേ ഉള്ളൂ. ഞങ്ങൾ റിലാക്സ് ചെയ്തിട്ട് പിന്നെ ഡ്രൈവ് മോഡായിരിക്കും. ഇവിടത്തെ അമ്മയും മോളും കൂടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. അത് കണ്ടില്ലേ, കണ്ട. സോ അപ്പോൾ ഓക്കെ, ബാക്കി പരിപാടി ഓൺ ദ വേയിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ടായിരിക്കും വ്ളോഗ് എടുക്കുക. നിന്ന് പറയ്ക്കുന്നുണ്ടോ? സൂപ്പർ. അങ്ങനെ വണ്ടിക്കും ഞങ്ങൾക്കും ആവശ്യത്തിന് റെസ്റ്റൊക്കെ എടുത്ത് വി ആർ ബാക്ക് ഓൺ ട്രാക്ക്. നാട്ടിലത്തെ പോലെ അതേ ഹൈ സ്പീഡിൽ, നാട്ടിലത്തെ പോലെ മീൻസ് ഇവിടുത്തെ ആ ഒരു സ്പീഡ് ലിമിറ്റും ക്രോസ് ചെയ്തിട്ടാണ് വണ്ടി വരുന്നത്. 20 ബഫറിങ് ഉണ്ട് ഇവിടെ. 120 റോഡാണ്. സോ വി ക്യാൻ ഡ്രൈവ് അൺടിൽ ലൈക്ക് 139, 138. സോ എപ്പോഴും ആര് ഡ്രൈവ് ചെയ്താലും നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. ഓൾവേസ് ബി അലേർട്ട്. നമ്മുടെ സേഫ്റ്റി എന്തായാലും നമ്മൾ നോക്കിയല്ലേ പറ്റത്തുള്ളൂ. ഇനി കുറച്ച്, അതായത് ഫ്യൂ മോർ അവേഴ്സ് ടു സലാല, ലൈക്ക് 200 കിലോമീറ്റേഴ്സ് പ്ലസ്, ലെസ് ദാൻ 300. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, 224 കിലോമീറ്റേഴ്സാണ് ഇനി ബാക്കിയുള്ളത്. ഡ്രൈവ് ചെയ്ത് മൂൺ പോയിട്ട് ഇപ്പോൾ സൺറൈസായി. അങ്ങനെ ഷിഫ്റ്റ് ചേഞ്ചിനുള്ള സമയമായി ഗൈസ്. ഇനി എൻ്റെ ബ്രേക്ക് ടൈം, ഞാൻ കുറച്ച് നേരം നാപ്പിന് പോവാണ്. ഇനി സിമി ചേട്ടനായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. തണുപ്പ് അത്യാവശ്യം കൂടി വരുന്നുണ്ട്, ടെമ്പറേച്ചർ ഡൗൺ ആവുന്നുണ്ട്. ഇതാണ് സലാലയിലോട്ട് എൻ്റർ ആവാനുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ അങ്ങനെ നമ്മളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അവരൊന്ന് ഒരു യൂഷ്വൽ ചെക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രൈറ്റ് ടു സലാല. ഒരുപാട് ക്യൂവും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു, നേരെ കടത്തി വിടുന്നു, അത്ര തന്നെ. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്, നല്ല ചിരിച്ചുകൊണ്ടാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. നല്ല അടിപൊളി ക്ലൗഡ്സ് ആണ് ഓൺ ദ വേ. ഗ്രീനറി, അതായത് നല്ല അടിപൊളി പച്ചപ്പ് സ്റ്റാർട്ട്സ് ഫ്രം ദിസ് പോയിന്റ്. അടിപൊളി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അടിപൊളി തിക്ക് ഫോഗാണ് നമുക്ക് കിട്ടിയത്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. നമ്മളിപ്പം ദുബായ് ക്ലൈമറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മളെന്താ വിചാരിക്കുക, ഗ്രീനറി ഉണ്ടാവും. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ്. ലാസ്റ്റ് ടൈം വന്നപ്പം സമ്മർ ടൈമിലായതുകൊണ്ട്, അതായത് ഈ ടൈം ആയതുകൊണ്ട് ഡാർക്ക് മോഡാണ് ആക്ച്വലി ഇവിടെ നമുക്ക് കിട്ടിയത്, ഒരു ബ്രൗണിഷ് കളറ്. ഇപ്പം നോക്കിക്കുക, ഫുൾ ഈവൻ ഞങ്ങൾ ഒരു എഡിറ്റിങ് കാര്യങ്ങളും ചെയ്തിട്ടില്ല, കംപ്ലീറ്റ്ലി നാച്ചുറലാണ്. ഈ പച്ചപ്പ്, നല്ല തിക്ക് ഫോഗും നല്ല പച്ചപ്പ്, നല്ല അടിപൊളി കാം ആൻഡ് പീസ്ഫുൾ. ഞങ്ങൾ ജസ്റ്റ് റോഡിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വി ജസ്റ്റ് എൻജോയ്ഡ് ദിസ് കാംനെസ്. അടിപൊളി. എനിക്ക് എന്താ പറയുക, വാക്കുകളില്ല ഇത് പറയാനായിട്ട്. അപ്പോൾ യു ഗൈസ് ഓൾസോ എൻജോയ് ദ പച്ചപ്പ്. ഇവിടുത്തെ റോഡ്, അതായത് ഹെയർപിൻ വളവെന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നല്ല കർവ് ഉണ്ട്, ഒരുപാട് കേർവ്സ് ഉണ്ട്. സോ ആ കേർവ്സിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല, അതായത് മൗണ്ടൈൻസ്, ഈ ഗ്രാസ് ലാൻഡ്
ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു ഗ്രീനറിയും എൻജോയ് ചെയ്ത് നല്ല അടിപൊളി എന്ന് വെച്ചാൽ പൊള്ളിയാണ്. നമ്മളൊന്നും ചെയ്യാനില്ല, ഗ്ലാസ് അങ്ങോട്ട് തുറക്കുക, ജസ്റ്റ് ചില്ല് ചെയ്യുക, അങ്ങനെ അങ്ങോട്ട് ഇരിക്കുക, അത്ര തന്നെ. ജസ്റ്റ് ഫീൽ ദ ഫ്രഷ്നെസ്. നമ്മൾ എന്താ പറയുക, ആ ഒരു കേവ് ഞാൻ പറഞ്ഞ ആ റോഡ് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടൗൺഷിപ്പ് ആണെന്ന് തോന്നുന്നു, ഒരു ടൗണിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇവിടെ സിറ്റി ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു കാം ഫ്രഷ് ഏരിയ ആണ്. കണ്ട ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നെസ്റ്റോ ആണ്. ഇവിടെ കയറി ഞങ്ങൾ ക്വിക്കായിട്ടൊന്ന് ഫ്രഷായി. ഹായ് ഗൈസ്, വെരി ഗുഡ് മോർണിംഗ്. സോ ഞങ്ങൾ സലാലയിലെത്തി, ഫ്രഷായി. കണ്ടില്ലേ, ഇവിടെ തന്നെ ഞങ്ങളൊരു മൊബൈൽ കിച്ചൺ സെറ്റപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നെസ്റ്റോ എന്നാണ് സാധനങ്ങളൊക്കെ മേടിച്ചത്. സോ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഫ്രഷായി, വാഷ്റൂമിലൊക്കെ പോയി ബ്രഷ് ചെയ്തു. കുളിച്ചിട്ടില്ല, പക്ഷേ ഒരു വിധം സെറ്റപ്പാക്കി. അതിനുശേഷം ഞങ്ങൾ നേരെ വാദി ദർബാത്തിലേക്ക് പോവാണ്. നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക, പരിപാടീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ചെക്ക് ഇൻ ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾ എന്താ പറയുക, നിങ്ങളിങ്ങനെ ട്രാവലിംഗ് പരിപാടീസൊക്കെ ഉണ്ടെങ്കിൽ, സ്ഥലത്തിലോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്താ പറയുക, രാത്രി ഇറങ്ങുക, രാവിലെ വന്നിട്ട് നെസ്റ്റോയിൽ, അതായത് നമ്മൾ സലാലയിൽ എൻ്റർ ചെയ്ത് ഒരു ലൈക്ക് 2-3 കിലോമീറ്റേഴ്സ് മാക്സിമം, അത് കഴിയുമ്പോൾ തന്നെ 2-3 കിലോമീറ്റേഴ്സ് അല്ല, ഫ്യൂ കിലോമീറ്റേഴ്സ് എക്സാക്ട്ലി എനിക്കറിയില്ല, തെറ്റിപ്പോയാലോ പറഞ്ഞാൽ. സോ നെസ്റ്റോ ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നെസ്റ്റൊക്കെ ഒരു സാധനങ്ങൾ മേടിക്കാം, ഫുഡ് റോ ആയിട്ട് പെട്ടെന്ന് കഴിക്കാനായിട്ടാണെങ്കിലും എന്തിനാണെങ്കിലും, അതായത് ബ്രെഡ് ഐറ്റംസും ഹമ്മൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആക്ച്വലി നമ്മളവിടുത്തെ പോലെ റെഡി ടു ഈറ്റ് സാധനങ്ങളൊന്നും അധികം ഇല്ല. സോ ഇതാണ് മൊബൈൽ സെറ്റപ്പ്, കണ്ടില്ലേ. ഹാം ഉണ്ട്, മൊസഡല്ല ഉണ്ട്, ഹമ്മൂസ് ഉണ്ട്, കുറച്ച് പിക്കിൾസ്, ചീസ്, പിന്നെ അതെ സോമിയാണ് ഇന്നത്തെ സ്പെഷ്യൽ കുക്ക് അല്ലേ. സോറി, മോട്ടഡല്ല. എന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഡിഫറൻസ് എന്താ പറയാ, ലോസ്റ്റ് ചൈൽഡിനെ പോലെ ഇരിക്കുകയായിരുന്നു ഇവിടെ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതെ, ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ് നടക്കുന്നത്. അല്ലിക്കുട്ടി ഫുൾ ഓൺ ഫുൾ പവർ അല്ല, കണ്ടില്ലേ. ദിസ് ഈസ് ദ വ്യൂ ഗൈസ്. പുറത്ത് നല്ല കാർമേഘവും കാര്യങ്ങളും, മഴ പ്രതീക്ഷിക്കുന്നു. അതായത് ഈഗർലി വെയിറ്റിംഗ് ടു ഗെറ്റ് എ മഴ. ഒരു നല്ല മഴയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ അടിപൊളി പച്ചപ്പാണ്. എല്ലാ വീഡിയോസ് വിൽ ബി അപ്ഡേറ്റഡ്, എല്ലാം കാണിക്കുന്നതായിരിക്കും സലാല. അതായത് മാക്സിമം ഞങ്ങളും എൻജോയ് ചെയ്യും, പക്ഷെ നിങ്ങളെ കാണിക്കാനായിട്ട് മാക്സിമം വീഡിയോസ് എടുക്കും എന്തായാലും. സോ അപ്പം പീസ്. ഓൺ ദ വേ ടു ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വാദി ദർബദ്. സൈറ്റ് സീയിങ്, പച്ചപ്പ് മാത്രമല്ല നല്ല അടിപൊളി ബീച്ചും കിട്ടും. ഈ ബീച്ചിൻ്റെ നെയിം താക്ക ബീച്ച്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ പച്ചപ്പ് തന്നെ, നല്ല അടിപൊളി റോഡും നല്ല അടിപൊളി വ്യൂവും. എവിടെ നോക്കിയാലും പച്ചപ്പ്, നല്ല ഗ്രാസ് ലാൻഡ്സ്, മൗണ്ടൈൻസ് ആണ് ആക്ച്വലി. ഇത് ഫുൾ കംപ്ലീറ്റ്ലി ഡെൻസ് കൈൻഡ് ഓഫ് ഗ്രാസ് ലാൻഡാണ്, ഒരു ഫോറസ്റ്റ് സെറ്റപ്പ്. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് വാദി ദർബത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതിക്ക് വെച്ചിട്ടാണ് മനസ്സിലായത് നൈസിന് വഴി തെറ്റിയെന്ന്. സോ ബട്ട് സ്റ്റിൽ ഞങ്ങൾ ബാക്കിലോട്ട് പോയിട്ടില്ല, എന്നാലും മുന്നോട്ട് തന്നെ പോയി വേറെ എന്തെങ്കിലും ഡെസ്റ്റിനേഷൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. സോ വാദി ദർബത്ത് ഞങ്ങളുടെ ബാക്ക് സൈഡിലാണ്. ആക്ച്വലി ഞങ്ങളിപ്പോൾ പോകുന്നത് സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. പിന്നെ ഞങ്ങൾ നൈസൊരു സ്റ്റോപ്പ് ഓവർ നടത്തി, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഒന്നുമില്ല, ഈ പച്ചപ്പിലൊന്ന് ചവിട്ടി നടക്കാനൊരാഗ്രഹം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഇറങ്ങി ഈ നൈസിന് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ വ്യൂ ഒക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചു. അടിപൊളി, നല്ല ബ്ലൂ സ്കൈയും നല്ല ക്ലൗഡ്സും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് ചില്ല് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ ഡ്രൈവ് ചെയ്തത്. അടിപൊളിയാണ് കേട്ടോ, നൈസ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡെസ്റ്റിനേഷൻ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ചുറ്റിനുള്ള കാര്യങ്ങളും ഫോക്കസ് ചെയ്യണം. ഇതേപോലെ എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമുക്ക് എന്ത് തോന്നുന്നു ആഗ്രഹങ്ങളൊക്കെ തീർക്കുക. സോ അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ തീർത്തിട്ട് ഞങ്ങൾ വീണ്ടും ഓൺ ദ വേ ടു അവർ ന്യൂ ഡെസ്റ്റിനേഷൻ ടവി അറ്റയർ സിംഗ് ഹോൾ. ഇതിന് വേറൊരു പേരും കൊണ്ട് വെൽ ഓഫ് ബേർഡ്സ്. ഇത് നല്ല ഡീപ്പാണ് കേട്ടോ. എൻ്റെ മോനെ കിട്ടില്ല. ഇതാണ് സിംഗ് ഹോൾ. ഓ മൈ ഗോഡ്, കണ്ടില്ലേ. ഓ, ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. ഇവിടെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുത്ത് ആരും ചാടരുത് ഗൈസ്, ചെത്ത് കഴിഞ്ഞാൽ ഡെഡ്. ഈ സിംഗ് ഹോൾ മാത്രമല്ല, ഈ ചുറ്റിനുള്ള ഏരിയയിൽ നമുക്ക് ഹൈക്കിങ് ചെയ്യാൻ പറ്റും, ബേർഡ് വാച്ചിങ് ചെയ്യാൻ പറ്റും.
പിന്നെ എക്സാക്റ്റ് വ്യൂ നമുക്ക് ദേ ഈ ഒരു രീതിയിലേ കാണിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം നമ്മളുടെ അടുത്ത് ഡ്രോൺ ഫെസിലിറ്റീസ് ഇല്ല. ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ കാണിക്കാൻ പറ്റുമായിരുന്നു. സോ തൽക്കാലത്തേക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്തു, ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് കയറുമ്പോഴത്തേനും ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ടായിരുന്നു. കാരണം ഈ സീസൺ ഞങ്ങൾ മുന്നേ പറഞ്ഞ പോലെ മൺസൂൺ ടൈം ആയതുകൊണ്ട്, മൺസൂൺ ടൈം മാത്രമല്ല നല്ല ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട്. ആൻഡ് നൗ വി ആർ ഓൺ ദ വേ ടു വാദി ദർബത്ത്. നിങ്ങൾ ഈ കാണുന്ന ക്യൂ അത് അങ്ങടത്തേക്കുള്ള ക്യൂ ആണ്. ഇൻസ്റ്റയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റീല്, അതായത് വാദി ദർബത്തിലോട്ടുള്ള ക്യൂവിൻ്റെ ഒരു വലിയ ലൈൻ. സോ അത് തന്നെ നമുക്കും കിട്ടി. നമ്മൾ അവിടെ ചെന്നിട്ട് ഇനി യൂ ടേൺ എടുത്തിട്ട് വേണം വരാനായിട്ട്. സോ ഞങ്ങളും ഈ ക്യൂ ഫോളോ ചെയ്ത് പോവാണ്. വാദി ദർബത്തിലോട്ട് നമ്മൾ എൻ്റർ ആയിട്ടുണ്ട്. ഇനി പാർക്കിംഗ് കണ്ടുപിടിക്കണം. പക്ഷേ സറൗണ്ടിങ് സ്റ്റണ്ണിങ് ആണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ വാദി ദർബത്തിലോട്ട് ലാൻഡ് ചെയ്തു. പക്ഷേ കണ്ട പാടെ തന്നെ ഞാൻ പേഴ്സണലി പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ തന്നെ ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ഞങ്ങൾ വാദി ദർബത്തിൽ വന്ന സമയത്തിന് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അതായത് തട്ട് പോലെ ലൈക്ക് ബ്ലൂ കളർ വെള്ളം. പക്ഷേ ഇപ്രാവശ്യം ഒരു വെള്ളവും ഇല്ല, ഒരു തേങ്ങയില്ല ഗൈസ്, ജസ്റ്റ് പച്ചപ്പ് മാത്രം. പക്ഷേ ഒരു കാര്യത്തിൽ വി ആർ ഹാപ്പി, വെള്ളം കിട്ടിയില്ലെങ്കിലും പച്ചപ്പ് കിട്ടി. പക്ഷേ എന്താ പറയുക, ഡിസപ്പോയിൻറ്റഡ് ആണ് വെള്ളം ഇല്ലാത്തതുണ്ട്. കാരണം വെള്ളത്തിൽ ഇറങ്ങി തുള്ളിച്ചാടാനായിട്ട് വന്നതാണ്. വാദി ദർബത്താണ് ആക്ച്വലി നമ്മൾ ഗൂഗിളിലൊക്കെ ഫോട്ടോസ് എടുക്കുവാണെങ്കിൽ കാണാൻ പറ്റും നല്ല എന്താ പറയുക തട്ട് പോലെയുള്ള അടിപൊളി ബ്ലൂ വാട്ടേഴ്സ്. പക്ഷെ അതിന് പകരം ഇവിടെ ഇപ്രാവശ്യം എക്സ്റ്റെൻഡഡ് ആയിട്ട് ലാസ്റ്റ് ടൈം ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഏരിയയിലോട്ട് ഞങ്ങൾ പോയി. അവിടെ ആണെങ്കിൽ ഒരുപാട് പാർക്സും ഈവൻ ബോട്ടിംഗ് സർവീസസും അഡ്വഞ്ചറായിട്ട് ചെയ്യേണ്ട റോപ്പിംഗ്, അതായത് ക്ലൈമ്പിംഗ് പരിപാടീസൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലായിടത്തും ഈ പച്ചപ്പുള്ള എല്ലായിടത്തും മരത്തിൻ്റെ ഇടയിലും എവിടെ നോക്കിയാലും മെയിൻലി ഒമാൻ അവിടുത്തെ ലോക്കൽ റെസിഡൻസിനെയാണ് കണ്ടത്. വേറൊന്നുമല്ല, അവർ ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, ചില്ല് ചെയ്യുന്നു, അവരുടേതായ കാര്യങ്ങളിൽ അവർ എല്ലാവരും ഹാപ്പിയാണ്. സോ അവിടുത്തെ പരിപാടികളെല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ച് ഓൺ ദ വേ ബാക്കാണ് പുതിയ ഡെസ്റ്റിനേഷനിലേക്ക്. 2-3 വാട്ടർഫോൾസിൻ്റെ ലൊക്കേഷൻസ് ഞങ്ങളുടെ അടുത്തുണ്ട്. സോ അവിടത്തേക്ക് ഓൺ ദ വേ ആണ്. അവിടെയും വെള്ളം ഉണ്ടാവാൻ ചാൻസസ് അറിയില്ല. കാരണം ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഉള്ള സ്പോട്ട് കാണിച്ചു തരാം. പക്ഷെ അവിടെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡ്രൈഡ് ഔട്ടാണ്. അതിപ്പോൾ കാണിച്ചു തരാം. സോ ഇതാണ് വാദി ദർബത്ത് എക്സാക്ട്ലി. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഉള്ള വ്യൂ. നല്ല വെള്ളം ഇങ്ങനെ വന്ന് സെറ്റായിട്ടുള്ള കണ്ടില്ലേ, അവിടെയൊക്കെ വാട്ടർഫോൾസ് വന്ന് എന്താ പറയുക ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് ഈ ഒരു ഏരിയയിലോട്ട് പോകുന്നതാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ കളറായിരുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോൾ. പറഞ്ഞിട്ട് കാര്യമില്ല, മഴയില്ലാത്തതുകൊണ്ട് വെള്ളവും ഇല്ല, അത്ര തന്നെ. സ്റ്റിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. പച്ചപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഗൈസ്. പിന്നെ എന്താ പറയുക, അടുത്ത വെള്ളമുള്ള സ്ഥലം നോക്കി പോവുകയാണ് ആക്ച്വലി നമ്മൾ. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടുള്ള വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. മൗണ്ടൻ റീജിയൻ കഴിഞ്ഞു, ഈ ടൗണിലൂടെയാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടത്. ഈ ഒരു ഏരിയ മാത്രം കുറച്ച് ഗ്രീനറിയും വെജിറ്റേഷനൊന്നും അങ്ങനെ ഇല്ല, ഒരു ടൗൺഷിപ്പ്. സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും പച്ചപ്പിലോട്ടാണ് പോകുന്നത്. ആൻഡ് വി റീച്ച്ഡ് അവർ ന്യൂ ഡെസ്റ്റിനേഷൻ എയിൻ അത്തും കേവ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ചെറിയ സ്ട്രീമൊക്കെ ഉണ്ട്. പക്ഷേ സ്ട്രീം ഒന്നും അധികം പവർഫുൾ അല്ല, അതായത് ഒഴുകി നടക്കുന്ന സ്ട്രീമൊന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒരു ഡെഡ് സ്ട്രീമാണത്. അതായത് മഴയില്ലാത്തത് കൊണ്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡെഡ്. കെട്ടിക്കിടക്കുന്ന വെള്ളം എന്നൊക്കെ പറയല്ലേ, അങ്ങനെ തന്നെ പറയാം. പിന്നെ ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് എല്ലാ ടൂറിസ്റ്റ് ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇവിടെ ഒരുപാട് പ്രാണികളുണ്ട്. നമുക്കിട്ട് നല്ല പണി തരും. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കെയർ ചെയ്യാണ്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇത് ആക്ച്വലി ഇവിടെ വെള്ളം നല്ല രീതിയിൽ വന്നിട്ട് സ്ട്രീം ഒഴുകി പോകേണ്ട ആയിരുന്നു. പക്ഷേ നമുക്ക് അതൊന്നും കിട്ടിയില്ല. ബാഡ് ലക്ക് ഫോർ അസ്. പരിസരത്ത് തന്നെ നമുക്ക് ഇതേപോലത്തെ അഡ്വഞ്ചറസ് വഴികൾ കിട്ടും. സോ അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു, ഉള്ളിലോട്ട് കയറിപ്പോയി. പിന്നെ അവിടെ നിന്നിട്ടുള്ള കാഴ്ച അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. സീനറി ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയാണ്. ഓൺലി മിസ്സിങ് തിങ് ഈസ് മഴയില്ലാത്തതുകൊണ്ട് ഇവിടെ വെള്ളമില്ല. വെള്ളം ഉണ്ടെങ്കിൽ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്. സോ അങ്ങനെ ഒരു ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. പക്ഷേ സ്റ്റിൽ വി എൻജോയ്ഡ് ദ വ്യൂ. എല്ലാം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു പോയത്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും എടുത്ത് ചാടാൻ തോന്നി. പക്ഷേ എല്ലായിടത്തും ബോർഡുണ്ട്,
സ്ട്രിക്ട്ലി നോ സ്വിമ്മിങ് അലോഡേ അല്ല. മുന്നത്തത് എയിനെത്തും കേവിൻ്റെ പരിസരമാണെങ്കിൽ ഇതാണ് എക്സാക്ട് എയിനെത്തും വാട്ടർഫോൾ. ബട്ട് ഇവിടെയും സെയിം അവസ്ഥ, കംപ്ലീറ്റ്ലി ഡ്രൈഡ് ഔട്ട്. ഇവിടെയും സെയിം ഡിസപ്പോയിൻമെൻറ്റും വാങ്ങിയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഓൺ ദ വേ. അടുത്ത ഡെസ്റ്റിനേഷൻ എയിൻ റസാത്ത് പാർക്ക്. ഇവിടെയും സെയിം സംഭവം എഴുതി വെച്ചിട്ടുണ്ട്, സ്വിമ്മിങ് ഈസ് നോട്ട് അലൗഡ്. അതുമല്ല ഇവിടെ വേറൊരു റെസ്ട്രിക്ഷനും കൂടെ ഉണ്ട്, ഇവിടെ സ്നെയിൽസ് ഉണ്ട് വാട്ടറിൽ. സോ അത് നമുക്ക് ഇൻഫെക്ഷൻ തരാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെയും കംപ്ലീറ്റ്ലി മോസ്റ്റ്ലി എന്താ പറയുക, ഇവിടുത്തെ ലോക്കൽസും പിന്നെ കുറച്ച് ടൂറിസ്റ്റ് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല, ജസ്റ്റ് കുറച്ച് നേരം റൗണ്ട് അടിച്ച് റിലാക്സ് ചെയ്തു, ഒന്ന് ഇരുന്നു. കാരണം ഒരുപാട് നടന്നായിരുന്നേ. പിന്നെ ഇവിടെയും എല്ലായിടത്തും പ്രാണികളുടെ ശല്യമുണ്ട്. സോ ബെറ്റർ നമ്മളൊരു ഓയിൽമെൻറ്റ് കിട്ടും, അത് സെറ്റാക്കിയിട്ട് വേണം വരാൻ. അങ്ങനെ അവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് വി ആർ ഓൺ ദ വേ ബാക്ക് ടു നമ്മുടെ റൂം. നമ്മളൊരു അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തേക്കുന്നത്, അവിടെ ചെക്ക് ഇൻ ചെയ്യാനായിട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, നാട്ടിലത്തെ പോലെ നമുക്കിവിടെ തെങ്ങ് കാണാൻ പറ്റും. ഇത് ഡേറ്റ്സിൻ്റെ ഇതല്ല, ഇത് ഈസ് റിയൽ കോക്കനട്ട് ട്രീ മാത്രമല്ല ഒരുപാട് വാഴകളും എല്ലാം കാണാൻ പറ്റും. അങ്ങനെ മാപ്പ് ഇട്ടിട്ട് നേരെ നമ്മുടെ റൂമിലേക്ക് പിടച്ചു. സോ ഗൈസ്, ഞങ്ങൾ എത്തി, പാർക്ക് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതല്ല, അത് താജ് സബ ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ടൂറിസ്റ്റ്, അതായത് ഒരു പീക്ക് ടൈം ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല എക്സ്പെൻസീവ് ആണ് ഹോട്ടൽസും കാര്യങ്ങളും ഒക്കെ. പക്ഷേ നമുക്ക് 60 ഒമാൻ റിയാലിനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് 2 ദിവസത്തേക്ക് 2 നൈറ്റ്. സോ ഇതാണ് നമ്മുടെ റൂം. ഇത് കയറുമ്പോൾ തന്നെയുള്ള ഹോൾ. ഇത് കിച്ചണിൽ എന്തായാലും നമുക്ക് ആവശ്യം വരും, കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇവിടെ തന്നെ കുക്ക് ചെയ്യാനൊക്കെയാണ്. കുറച്ച് പ്ലേറ്റ്സും പാനും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും യൂസ് ചെയ്യാൻ ചാൻസസ് ഇല്ല. ഇത് വേറൊരു റൂം, അവിടുത്തെ വാഷ്റൂം. ഇത് ഞങ്ങളുടെ റൂം. ഞാനും സോമിയും അല്ലും ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്, ചേച്ചിയും ചേട്ടനും അപ്പുറത്തെ റൂമിൽ. പിന്നെ ഇവിടുത്തെ, അതായത് പുറത്തുള്ള വാഷ്റൂമും അത്യാവശ്യം നല്ല വലുതാണ്, നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ ഫ്രഷായി പുറത്തിറങ്ങി ഫുഡ് കഴിക്കണം. നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനം മേടിക്കണം. അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള സലാല ഗാർഡൻസ് മാൾ. ഞങ്ങൾക്ക് അറിയത്തില്ല ആക്ച്വലി ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്, കംപ്ലീറ്റ്ലി ബ്ലൈൻഡായിട്ട് തന്നെ ആണ് ഇവിടത്തേക്കുള്ള പോക്ക്. ഈ മോളിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയറൊക്കെ നൈസാണ്, അടിപൊളിയാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പോലെ ഒരുപാട് തിരക്ക്, റഷ് എന്നൊക്കെ പറയില്ലേ, ആ പരിപാടിയേ ഇല്ല. കംപ്ലീറ്റ്ലി എംപ്റ്റി എന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് ആൾക്കാർ മാത്രം. ഫുഡ് കഴിക്കാൻ നമുക്ക് ഇവിടെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഈവൻ പുറത്തും ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, കംപ്ലീറ്റ്ലി എംപ്റ്റി. ഇവിടെ കംപ്ലീറ്റ്ലി എംപ്റ്റിയാണ്, ചെറിയ കഫേസൊക്കെ തന്നെ ഉണ്ട്. പുറത്തിറങ്ങി ഒടുക്കത്തെ വിശപ്പ്, നേരെ ഇവിടുത്തെ ഏതെങ്കിലും നോർമൽ ലോക്കൽ ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ച് അങ്ങനെ മന്തി ഓർഡർ ചെയ്തു, മന്തി കഴിച്ചു. പിന്നെ ഇവിടെ പെപ്സി കൊക്കോള ഇവിടെ ഇല്ല, ഇവിടെ അതിന് പകരം അൽസി കോള അതാണ് ഇവിടെ കിട്ടുന്നത്. വേറെ സൂപ്പർ മാർക്കറ്റിലേക്ക് കിട്ടും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി. മെയിനായിട്ട് പറയേണ്ട കാര്യം, നമ്മളുടെ ഇവിടുത്തെ അത്ര ഹൈജീനും കാര്യങ്ങളും ഒന്നും അവിടെ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് എന്തിനും തയ്യാറായിട്ട് വേണം പോകാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഈ ഒരു വലിയ ലൈൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ നിർത്തി പഴവും കുറച്ച് ഇളനീരും അങ്ങനത്തെ എന്തെങ്കിലും നാളത്തേക്ക് വേണ്ടിയിട്ടും കൂടെയുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് നിർത്തിയാണ്. സോ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ടയർഡ്നെസ് ഒന്നും മാറ്റാനായിട്ട് ഇളനീർ കുടിച്ചു. നാളത്തേക്കെന്നും പറഞ്ഞ് ഫ്രൂട്ട്സ് മേടിച്ചു. അത് കട്ട് ചെയ്ത് മേടിക്കുകയും ചെയ്തു, അവിടെ നിന്ന് തന്നെ അത് തീർക്കുകയും ചെയ്തു. ഇവിടെ തന്നെ കുറച്ച് നേരം കൂടെ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വി വെൻ സ്ട്രൈറ്റ് ലുലു. നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഓൺ ദ വേ കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു. അതിനുശേഷം വി വെൻ ബാക്ക് ടു അവർ റൂം. മോർ വീഡിയോസ് കമ്മിങ് അപ്പ് ഗൈസ്. ഇത് ജസ്റ്റ് ഒരു 1.5 ദിവസത്തെ വീഡിയോ ക്ലിപ്സ് മാത്രമാണ്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. പീസ് ആൻഡ് ലവ്.